ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ ദിനം. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് 80 വർഷം തികയുന്നു. ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഹിരോഷിമയ്ക്ക് മുകളിൽ വട്ടമിട്ട അമേരിക്കൻ വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് പതിച്ചു. പിന്നെ കണ്ടത് സൂര്യന് തുല്യമായി ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കുന്നത്. 10 കിലോമീറ്ററോളം ചുറ്റളവിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി. അണുബോംബിന്റെ ആഘാതത്തിൽ 1.6 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾ തകർന്നു. 3 ദിവസത്തോളം ഹിരോഷിമ കത്തി. ലിറ്റിൽ ബോയ് കവർന്നെടുത്തത് 1.5 ലക്ഷം ജീവനുകളാണ്. അവശേഷിച്ചവരിൽ പകുതി പേരും മരണത്തേക്കാൾ വലിയ വേദനയുടെ സാക്ഷ്യങ്ങളായി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യം ബാധിച്ചവരും രോഗികളുമായി തീർന്നു. 2-ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 40,000-ഓളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഹിരോഷിമ നഗരത്തെയാണ് അതിന് കണ്ടെത്തിയത്. എന്നാൽ ജപ്പാന്റെ മനക്കരുത്തിനു മുന്നിൽ ലോകം തലകുനിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വളർച്ചയുടെ പുതിയ അധ്യായം എഴുതിക്കൊണ്ട് ജപ്പാൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് മറുപടി നൽകി. മഹാദുരന്തത്തിനപ്പുറം അതിജീവനം സാധ്യമാണെന്ന് ജപ്പാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.